അമേരിക്കയ്ക്ക് റഷ്യയുടെ മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുവരെയുള്ള വിഷയത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു സൈനിക ശക്തിയുള്ള രാജ്യം ഇത്ര പരസ്യമായ രീതിയിൽ അമേരിക്കക്കെതിരെ നിലപാട് പറഞ്ഞ് ഇതാദ്യമായിട്ടാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഊർജ്ജ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇനി അമേരിക്കയുടെ ഡോളർ സ്വീകരിക്കാൻ പാടില്ല എന്നും അങ്ങനെ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തങ്ങൾ ഊർജം നൽകുകയില്ല എന്നുള്ളത്. പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആണ് ആ കാര്യങ്ങൾ പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളിലേക്കും പെട്രോൾ നൽകുന്നത് അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നത് റഷ്യയാണ്. റഷ്യക്ക് ഉപരോധ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഉപരോധങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇവർക്ക് പെട്രോളിയം ലഭിക്കാതാവും. ആ രാജ്യം കൂടി അമേരിക്കയുടെ ശത്രുവായിട്ട് തീരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഈ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു. ഒരു പരിധി വരെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഇളവുകൾ നൽകി. ആദ്യം 65% അത് 45 25 പിന്നെ തൽക്കാലത്തേക്ക് പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് നൽകേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ വാതകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ ഇടപാടുകൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തു വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് ഊർജ വസ്തുക്കൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകാം, ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് വിനിമയം നടത്തേണ്ടത് ഡോളറിലല്ല, റൂബിൾസ് വെച്ചാൽ റഷ്യയുടെ കറൻസി, അതല്ലെങ്കിൽ ചൈനീസിൻ്റെ യുവാനിലോ നിങ്ങൾ എന്ത് ചെയ്യാൻ വിനിമയം നടത്തണം. ഇത് വലിയ രീതിയിലുള്ള ആഘാതം അമേരിക്കയ്ക്കുണ്ടാവും. ഇത് ഇറാനാണ് തുടങ്ങിയത്. ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിലൂടെ കപ്പൽ കടന്നു പോകുന്ന സമയത്ത് തങ്ങൾക്ക് തരേണ്ട ടാക്സ് നിങ്ങൾ ഡോളർ നൽകാൻ പാടില്ല, അത് ചൈനയുടെ ഈ കറൻസിയിലാണ് നൽകേണ്ടത്, യുവാനിലാണ് നൽകേണ്ടത് എന്ന് അന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തിൽ ഗൗരവപരമായ രീതിയിലുള്ള പ്രതികരണം നടത്തി. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് ഡോളർ വിനിമയം നടത്തുക എന്ന് പറഞ്ഞത് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവണമെന്ന് അവർക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ ഇതിൻ്റെ ആവർത്തനം ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡോളർ ഒഴിവാക്കും. ഡോളർ ഒഴിവാക്കുന്ന സമയത്ത് അതിൻ്റെ മൂല്യ തകർച്ച ഉണ്ട്, രാജ്യത്തിന് മൊത്തത്തിൽ അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇറാൻ ഇത് ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷേ അമേരിക്കക്ക് അത് പറയാൻ പറ്റാത്തൊരു സ്ഥിതികളും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മൊത്തത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ. എല്ലാ തരത്തിലും അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സഹായം തേടിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക. ഒരാൾ പോലും സഹായിച്ചിട്ടില്ല. യുദ്ധക്കപ്പലുമായി ഈ മേഖലയിലേക്ക് വന്നുകൊണ്ട് ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന കപ്പലുകളെ സുരക്ഷാ കവചത്തിലൂടെ അതിർത്തി കടത്തി കൊടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. അത് തങ്ങളുമായിട്ട് സഹകരിക്കണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു രാജ്യം പോലും സഹകരിച്ചിട്ടില്ല. ഇല്ലാത്തൊരു ശത്രുവിനെ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ജർമ്മനി ചോദിച്ചത്. നിലവിൽ തങ്ങളും ഇറാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കടൽപ്പരപ്പിൽ ഞങ്ങളുടെ ഒരു ശത്രു രാജ്യത്തെ പോലെ തങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിൽ അവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് കൈകാര്യം ചെയ്യുക അമേരിക്കയുടെ നേതൃത്വത്തിലായിരിക്കും മറ്റുള്ള സൈനികരൊക്കെ, മറ്റ് ലോക രാജ്യങ്ങളുടെ സൈനികരൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരിക. അങ്ങനെ ആ സമയത്ത് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. തങ്ങൾ മാത്രമല്ല തിരിച്ചടിക്കുക, അറേബ്യൻ മേഖലയിലോ അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ മറ്റ് മേഖലയിലോ അതല്ലെങ്കിൽ അവരുമായിട്ട് ചുറ്റുപാട് കയറി നിൽക്കുന്ന യൂറോപ്യൻ മേഖലയിലോ ഒക്കെ ഉള്ള ജർമ്മനിയുടെ കോൺസുലേറ്റിനെയും എംബസിയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയാൽ പിന്നീട് അത് മറ്റൊരു തലത്തിലേക്ക് അത് നീങ്ങും. ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ജർമ്മനി, ഇറ്റലി, സ്പെയിൻ ഒരു തരത്തിലും ഞങ്ങളൊരു സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കും യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ തങ്ങൾ പിൻവലിക്കണം. സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ സൈനികർ ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത്, ഇറ്റലി, സ്പെയിനിലൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ അപ്പാടെ തന്നെ പിൻവലിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 53,000-ഓളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. 53,000-ഓളം സൈനികരുണ്ട്. ഇവരെ പിൻവലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സുരക്ഷാ പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. തങ്ങളുമായിട്ട് സഹകരിച്ചിട്ടില്ലെങ്കിൽ കഠിനമായിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ നൽകുമെന്ന് ഇതിനു മുമ്പ് തന്നെ ജോ ബൈഡൻ പറഞ്ഞതാണ്. അതിന് ഇറ്റലിയുടെ ഭാഗത്ത്, സ്പെയിനിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വന്നിരിക്കുന്നു. അത് രസകരമായിരിക്കുന്ന മറുപടി. അവർ പറയുന്ന കാര്യം, നിങ്ങളെല്ലാ സൈന്യത്തെയും പിൻവലിച്ചാലും ഒരു രാജ്യവും തങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങൾക്ക് പേടി നിങ്ങൾ തന്നെ ആക്രമിക്കുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. വേറൊരു രാജ്യം ആക്രമിക്കില്ല. വേറൊരു രാജ്യം ആക്രമിച്ചാൽ തങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ പേടി നിങ്ങൾ തന്നെ ആക്രമിക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരുപാട് സൈനികരെയും അതിൻ്റെ സംവിധാന കാര്യങ്ങളെല്ലാം തങ്ങളുടെ രാജ്യത്ത് ഒതുക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആക്രമിക്കാൻ തോന്നരുത്. അതിൻ്റെ കാര്യമാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്.
അപ്പോൾ ഉദയത എന്ന് പറയുന്ന തുറമുഖത്ത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, റഡാർ സിസ്റ്റങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കുക 24 മണിക്കൂർ നിരീക്ഷണം നടത്തുന്ന ആ പ്രദേശത്തിൻ്റെ ആകാശത്തിലൂടെ ഇസ്രായേലിൽ നിന്ന് യുദ്ധവിമാനം പോയിട്ട് ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്ന പോലെ ശത്രുവിൻ്റെ മടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് വളർത്തുകയാണ്, പാല് കൊടുത്ത് വളർത്തുകയാണെന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം, അമേരിക്ക തന്നെയാണ് മാറേണ്ടത്. അപ്പോൾ അമേരിക്കക്ക് വിശ്വാസമുള്ള രീതിയിലേക്ക് അവരുടെ സ്വഭാവ രീതികൾക്കോ വലിയ മാറ്റം വരുത്തി. ഇറാൻ പറയുന്ന കാര്യം എന്താ, ഒരു ഏകാധിപത്യ രീതിയിലാണ് സംസാരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് സംസാരിക്കേണ്ട പ്രവർത്തികളൊന്നും സാധാരണ ഇതിൽ ഇറാൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും വരാറില്ല. അതുകൊണ്ടാണ് അവരുമായിട്ട് ചർച്ച ചെയ്യാൻ പോലും അങ്ങ് താല്പര്യമില്ലാതെ പറഞ്ഞത്. യുദ്ധവിരാമമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ ശത്രു രാജ്യവുമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കണം. അതിന് അവരുമായിട്ട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവും യാതൊരു പ്രയോജനവുമില്ല എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയാണ്. അഥവാ ഇപ്പോൾ റഷ്യ കൊടുത്തിരിക്കുന്ന പണി വല്ലാത്ത പണിയായിപ്പോയി. അതിപ്പോൾ അവർക്ക് മൂട്ടിനാണ് കിട്ടിയത്. അതിൽ വലിയ പ്രയാസമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ നിത്യേന ദശകോടികളുടെ ഇടപാടാണ് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യവും തമ്മിൽ നടക്കുന്നത്. അതിലൊന്നും അമേരിക്കയുടെ കറൻസി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സമയത്ത് നിത്യേന എന്ന് മാത്രമല്ല ഓരോരോ മണിക്കൂറിലും ഭീമമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥമായിരിക്കുന്ന സത്യം.